അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് വാസുകി ഇൻഡിക്കസ് എന്ന ഒരു വലിയ പാമ്പ്, അത് ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ ഫോസിൽസ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ട് വന്നത്. അതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ ഈ തനിനിറം ചാനലിലും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാസുകി ഇൻഡെക്സ് ഒരു മഹാജീവിയായിരുന്നു. ഏതാണ്ട് 15 മീറ്ററോളം നീളം, അതായത് 50 അടിയോളം നീളമുള്ള 1 ടണ്ണോളം ഭാരമുള്ള ഒരു പാമ്പ്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ അർജന്റീനയിലെ ശാസ്ത്രജ്ഞർ ഒരു മഹാ ഡിനോസറിനെ കണ്ടെത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വന്നതിനോടൊപ്പം ഏതാണ്ട് 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാ ഡിനോസർ, 100 അടിയോളം നീളവും 75 ടണ്ണോളം ഭാരമുള്ള ഡിനോസർ. അതിന് പേര് കൊടുത്തിരുന്നത് ബസ്റ്റിൻഗോറി ടൈറ്റാൻ ശിവ എന്നാണ്. ബി ശിവ എന്ന ചുരുക്കപ്പേര്. എല്ലാത്തിനെയും നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു മഹാജീവി എന്നുള്ള ഉദ്ദേശത്തിലാണ് അതിന് ശിവ എന്നുള്ള സ്പീഷ്യസ് നെയിം നൽകിയത്. അങ്ങനെ ഈ ശിവനും വാസുകിയും ഏതാണ്ട് അന്ന് ഒരേ ഭൂപ്രദേശമായിരുന്ന ഗോണ്ട്വാന ലാൻഡ് അതിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത, അത് മനുഷ്യരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് വലിയ കൗതുകം ഉയർത്തുന്ന ഒരു ചിന്തയാണ്. ഗോണ്ട്വാന ലാൻഡ് എന്നുള്ള ഒരു മഹാഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരത പ്രദേശം വേർതിരിഞ്ഞ് വർഷങ്ങളോളം ഒരു ഏകാന്തമായിട്ടുള്ള സഞ്ചാരത്തിലൂടെ യുറേഷ്യയെ വന്ന് കൂട്ടിമുട്ടുകയും ആ കൂട്ടിമുട്ടലിൽ നിന്ന് ഹിമാലയ പർവ്വതം ഉയരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭൂവിജ്ഞാനീയ ചരിത്രം. ഹിമാലയത്തിൻ്റെ ഉയർച്ച സംഭവിക്കുന്നത് ഏതാണ്ട് 5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്, 50 മില്യൺ ഇയേഴ്സ്. ആ സമയത്താണ് ഭാരത ഭൂഖണ്ഡം യുറേഷ്യയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. എന്നാൽ ഹിമാലയം അതിനു മുമ്പേ നിലനിന്നിരുന്നു എന്നും പറയപ്പെടുന്നു. പുതിയ കണ്ടുപിടുത്തമല്ല, അങ്ങനത്തെ സൂചനകൾ നൽകുന്നു. ഈ കൂട്ടിമുട്ടലിന് കുറച്ചു മുമ്പ് ഏതാണ്ട് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ഭൂമിയിൽ അതുവരെ വലിയ പ്രഭാവത്തിൽ നിന്നിരുന്ന ഡിനോസറുകളുടെ വംശനാശം സംഭവിക്കുന്നു. ഡിനോസറുകൾ മാത്രമല്ല, പല ജീവജാലങ്ങളുടെയും വംശനാശം സംഭവിക്കുന്നു. ഇതിൻ്റെ കാരണമായിട്ട് ഇന്ന് കണ്ടെത്തുന്നത് അന്ന് ഈ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന മഹാഭൂഖണ്ഡം വിഘടിച്ച് ഭാരതവും അന്റാർട്ടിക്കയും ആഫ്രിക്കയും ഓസ്ട്രേലിയയുമൊക്കെ ആയിട്ട് വേർപിരിയുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മഹാ അഗ്നിപർവ്വത പ്രതിഭാസം, ഡെക്കാൻ വൾക്കാനിസം എന്ന് നമ്മൾ ഇന്ന് ഭാരതത്തിൻ്റെ വെസ്റ്റേൺ പ്രവിശ്യകളിൽ കാണുന്ന ആ പ്രതിഭാസം, അതിൻ്റെയും പലതരത്തിലുള്ള ഉൽക്കകൾ അല്ലെങ്കിൽ മീറ്റിയോറൈറ്റ്സ് ഭൂമിയിൽ പതിക്കുന്നതിൽ നിന്നുണ്ടായ അനന്തരഫലങ്ങളിൽ നിന്നാണ് ഈ മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചതെന്ന് പറയുന്നു. ആ മാസ് എക്സ്റ്റിങ്ഷന് ശേഷം ഭാരത ഭൂഖണ്ഡം യുറേഷ്യയുമായിട്ട് ബന്ധിക്കപ്പെടുന്നു. ആ സമയത്താണ് നമ്മൾ വാസുകി ഇൻഡിക്കസിനെ കാണുന്നത്. ബി ശിവ എന്നുള്ള ഡിനോസറിന്റെ തിരോധാനമുണ്ടാകുന്നു. പിന്നീട് വലിയ ഭീമാകാരമായിട്ടുള്ള ജീവികളായിട്ട് വരുന്നത് ഈ സർപ്പങ്ങളാണ്. ആ സമയത്ത് പ്രകൃതിയിൽ വലിയ ഒരു ക്ലൈമറ്റിക് ചേഞ്ചും നടക്കുന്നു. പാലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഭൂമിയെ പെട്ടെന്ന് ചൂടാക്കുന്നു. അത് ഏതാണ്ട് 2 ലക്ഷം വർഷത്തോളം നീണ്ടുനിന്ന ഒരു പ്രതിഭാസമായിരുന്നു. അതിനുശേഷം ഏർലി ഇയോസിൻ തെർമൽ ഒപ്റ്റിമം എന്നുള്ള വേറൊരു വാം പീരീഡും നിലനിന്നു. അത് ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങളോളം. ഇങ്ങനെയുള്ള 2 ചൂടാകുന്ന ഫിനോമിന ആ ഒരു സമയത്താണ് നമ്മൾ വാസുകിയെ കാണുന്നത്. മാത്രമല്ല, കുതിരകളുടെ ആൻസെസ്റ്റർ സ്പീഷ്യസ്, കുതിരകളും പന്നികളുടെയൊക്കെ ആൻസെസ്റ്റർ സ്പീഷ്യസ്, ഈ കുളമ്പുള്ള മൃഗങ്ങളുടെ ആവിർഭാവം, മാമൽസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് തുടങ്ങി ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഈ സമയത്താണ്. പാലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം ഇവന്റ് നടക്കുന്ന സമയത്ത്, ഹിമാലയം ഉയരുന്ന സമയം, ആ ഒരു സമയത്താണ് നമ്മൾ പ്രൈമേറ്റ് എന്നുള്ള ഒരു ടാക്സോണമിക് ഓർഡർ ഒറിജിനൽ ആദ്യമായിട്ട് ആവിർഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹിമാലയം ഉയരുന്നതോടൊപ്പം ടിബറ്റ് ഭൂമിയുടെ റൂഫായിട്ട് മാറുന്നു, റൂഫ് ഓഫ് ദ വേൾഡ് ആയിട്ട് മാറുന്നു. ടിബറ്റ് റൂഫ് ഓഫ് ദ വേൾഡ് മാത്രമല്ല, വലിയൊരു ജലസ്രോതസ്സുമായിട്ട് മാറുന്നു. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, യങ്സി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥലം. ലോകത്തെ
ശുദ്ധജല സംഭരണികളിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള സ്ഥലമാണ് ആയിട്ട് ടിബറ്റ് മാറുന്നത്. വാട്ടർ ടാങ്ക് ഓഫ് ദ വേൾഡ് എന്ന് നമുക്ക് പറയാം ടിബറ്റിനെ. ഇത് പുതിയ ഒരു ബയോ ജിയോ കെമിക്കൽ സൈക്കിളിന് ഉദയം നൽകുന്നു. ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ ബയോഡിവേഴ്സിറ്റിക്ക് കാരണമാകും. അതായത് പലതരത്തിലുള്ള ജീവപ്രതിഭാസങ്ങളുണ്ടാകും. അതിൽ പ്രൈമേറ്റുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കും. മനുഷ്യരുൾപ്പെടെ ഉള്ള ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ആദ്യ രൂപം ഇവിടെ നിന്നാണ് നമുക്ക് കാണുന്നത്. ഹോമിനോനിഡിയ എന്ന് പറയുന്ന സൂപ്പർ ഫാമിലി ഉദയം കൊള്ളും. ഇതെല്ലാം നടക്കുന്നത് ഏഷ്യയിലാണ്. ആദ്യകാല ഹോമിനോനിഡിയ ഫോസിൽസ് നമ്മളത് കാണുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങളിൽ, ചൈനയിൽ, ബർമയിൽ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങി ഇന്ത്യയിൽ പോലും നമുക്കതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. പിന്നീട് ഈ പ്രൈമേറ്റ് ഫാമിലികളുടെ ഒരു വികാസം ഉണ്ടാകും. അതിൻ്റെ ആദ്യ വികാസം നമ്മൾ ഏഷ്യയിൽ അടയാളപ്പെടുത്തുന്നു. പിന്നീട് 3 ക്ലൈമാറ്റിക് ഇവൻസും കൂടി ഉണ്ടാകും. ആദ്യത്തെ 2 കുറിച്ച് പറഞ്ഞു, അത് ഗ്ലോബൽ വാർമിംഗ് ആയിരുന്നു. പിന്നീടുണ്ടാകുന്നത് ഗ്ലോബൽ കൂളിംഗ് ആണ്. ഒരു ഐസ് ഏജിലേക്ക് പോകുന്നത് ആയിട്ടുള്ള 3 പ്രതിഭാസങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താം. ഈ 3 പ്രതിഭാസങ്ങളിലും ഈ പ്രൈമേറ്റുകളുടെ ഡൈവേഴ്സിഫിക്കേഷനിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. ഒരു കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് 1 കോടി വർഷങ്ങൾക്ക് ശേഷമുള്ള വികാസത്തിന്റെ തെളിവുകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ആഫ്രിക്കയിലാണ്. ഈ പ്രൈമേറ്റുകളുടെ എല്ലാം ഉദയം നമ്മൾ ഈ ഹിമാലയൻ ടിബറ്റൻ ഒരു പ്രോവിൻസിൽ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ 1 കോടി വർഷം മുതൽ 30 ലക്ഷം വർഷം വരെ ആഫ്രിക്കയിലാണ് കാണുന്നത്. അവിടെ കാടുകളിൽ മരത്തിൽ തൂങ്ങി നടന്നിരുന്ന ഈ പ്രൈമേറ്റുകൾ പിന്നീട് പ്രകൃതി വ്യതിയാനത്തിൻ മൂലം കാടുകൾ തുറന്ന പ്രദേശങ്ങളായിട്ട് മാറുകയും പുൽമേടകളായിട്ട് മാറുകയും, അപ്പോൾ അവിടെ നടന്നിട്ടുള്ള പ്രതിഭാസമാണ് മരങ്ങളിൽ നിന്ന് ഇറങ്ങി താഴെ നിലത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം. അതിന് 4 കാലിൽ നടക്കുന്ന മൃഗങ്ങൾ പതുക്കെ 2 കാലിൽ നടക്കാൻ തുടങ്ങും. ആ ഒരു പ്രതിഭാസം, അതിൻ്റെ ഒരു ഹിസ്റ്ററി അതിനു മുമ്പേ പലപ്പോഴും ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു സ്വഭാവമായിട്ട് മാറുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അത് ഈ വരൾച്ച, ഈ തണുപ്പ് കാരണം ഉണ്ടായിട്ടുള്ള വരൾച്ചയിൽ നിന്ന് ഫോറസ്റ്റ് ഏരിയാസ് അത് ഓപ്പൺ ലാൻഡായിട്ട് മാറുകയും അവിടെയാണ് ഇത്തരം ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. അവിടെ ആർഡിപിത്തേക്കസ് എന്ന് പറയുന്ന ആദ്യ രൂപങ്ങളെയൊക്കെ നമുക്ക് ആഫ്രിക്കയിൽ അടയാളപ്പെടുത്താം. അതിനുശേഷം ഓസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്ന കുറേ സ്പീഷീസുകളെ നമുക്ക് ആഫ്രിക്കയിൽ കാണാം. 30 ലക്ഷം വർഷമാകുമ്പോഴേക്കും നമ്മൾ ഹോമോ എന്ന് പറയുന്ന ജീനസിന്റെ ഉദയം ആരംഭിക്കുന്നു. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ് തുടങ്ങിയ സ്പീഷീസുകൾ വന്നതോടുകൂടി ഹോമോ എന്ന ജീനസിന്റെ ഉദയമാകുന്നു. അപ്പോഴത്തേക്കും കഥ വീണ്ടും ഏഷ്യയിലേക്ക് മാറുന്നു. ധാരാളം ഹോമോ ഇറക്ടസ് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല സ്പീഷീസുകളുടെയും ഫോസിൽസ് പിന്നെ നമുക്ക് ഏഷ്യയിൽ നിന്ന് കാണാൻ സാധിക്കും. 30 ലക്ഷം വർഷങ്ങൾ തൊട്ട് തുടങ്ങി നമുക്ക് വലിയ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഫോസിൽസ് നമുക്ക് ഹോമോ ഹാബിലിസിന്റെയും ഇറക്ടസിന്റെയും ഒക്കെ ഫോസിൽസ് നമുക്ക് ഏഷ്യയിൽ നിന്ന് കിട്ടുന്നു. പിന്നീട് ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സബ് സ്പീഷ്യസ്, ഹോമോ ജനസിലെ ഒരു സബ് സ്പീഷ്യസ് ആയിട്ടുള്ള ഹോമോ സേപ്പിയൻസ് എന്നുള്ള സ്പീഷ്യസ് ഉദയം കൊള്ളുന്നത്. അതിന്റെ ആദ്യ ഫോസിൽസ് നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത്രയും പഴക്കമുള്ള ഫോസിൽസ് ഏഷ്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പുതുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ കഥ ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് എന്ന് നമുക്ക് പറയാം. ഒരു 30 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 3 ലക്ഷം വർഷങ്ങളിൽ ഹോമോസേപ്പിയൻസ് വരുമ്പോഴൊക്കെ നമുക്ക് കഥ ഏഷ്യയിലേക്ക് വരുന്നതായിട്ട് കാണാം. പിന്നീട് നിയന്ത്രതാൽസ്, ഡെനിസോവൻസ്, ഹോമോ ഫ്ലോറൻസിസ് തുടങ്ങിയ സ്പീഷീസുകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹോമോ എറക്ടസിൽ നിന്ന് ഹോമോ സേപ്പിയൻസിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലും ഏഷ്യയിലാണ് കഥ നടക്കുന്നത്. ഹോമോ സേപ്പിയൻസ് ആവുമ്പോഴേക്കും ഏഷ്യയിലും ആഫ്രിക്കയിലും എല്ലാം ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉദയം വാസുകി ഇൻഡിക്കസിന്റെ ഒരു സമയത്ത് 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡമായിട്ട് കൂട്ടിച്ചേരുന്നതും ഹിമാലയത്തിന്റെ ഉയർച്ച ഉണ്ടാകുന്നതും ആ ഒരു കാലാവസ്ഥ വ്യതിയാനം, വലിയ ഒരു മതില് ഭൂമിയിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ആ വായുവിന്റെ സഞ്ചാരത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും
മൺസൂൺ ക്ലൈമറ്റ് രൂപപ്പെടുകയും പുതിയ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് തുടങ്ങി ഈ ടിബറ്റിൻ്റെ ആ ഒരു പ്രസക്തി കൂടുകയും ടിബറ്റ് ഒരു വലിയ ജലാശയമായിട്ട് മാറും. ഏറ്റവും ഉയർന്ന പ്രദേശമാണെങ്കിലും വൻ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ട് ടിബറ്റ് മാറും. അത് ജിയോ കെമിക്കൽ സൈക്കിൾസിനും ഡൈവേഴ്സിറ്റിക്കും കാരണമാകും. അങ്ങനെ ഉള്ള ഒരു വലിയ പ്രതിഭാസമാണ് നമ്മൾ ദിനോസറുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു വലിയ പരിണാമത്തിൻ്റെ കഥ. ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഭാരത ഭൂഖണ്ഡവും ഏഷ്യൻ ഭൂഖണ്ഡവുമായിട്ട് ചേരുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്നാണ്. അപ്പോൾ നടക്കുന്ന പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം, എർലി ഇയോസിൻ തെർമൽ ഒപ്റ്റിമം, അതിനുശേഷം നടന്ന 3 കൂളിംഗ് ഇവന്റുകൾ, ഏറ്റവും അവസാനമായിട്ട് 27 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ തുടങ്ങിയ ലാസ്റ്റ് ഐസ് ഏജ്, അത് അവസാനിക്കുന്നത് ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം നമ്മുടെ സംസ്കാരങ്ങൾക്കെല്ലാം ഉദയം കൊള്ളുന്നു. ആ ഒരു വലിയ പ്രതിഭാസം വാസുകി ഇൻഡിക്കസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഹിമാലയത്തിന്റെ ഉയർച്ചയും ജിയോ കെമിക്കൽ പ്രോസസ്സിന്റെ തുടക്കവും വലിയൊരു ബയോഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അങ്ങനെ ഏഷ്യയുടെ പ്രാധാന്യം വളരെ വലുതാണ് മനുഷ്യന്റെ ഉത്ഭവത്തിന്. അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ സയന്റിസ്റ്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് നമ്മൾ സാധാരണ അറിയുന്ന പ്രതിഭാസത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഔട്ട് ഓഫ് ഏഷ്യ എന്നുള്ള ഒരു കവർ സ്റ്റോറി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഏഷ്യ മനുഷ്യന്റെ ഉത്ഭവത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് എന്നാണ്. മനുഷ്യരാശിയിൽ നമ്മൾ നമ്മുടെ ഓർമ്മകൾ നിലനിർത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ പൂർവികരെ കുറിച്ച് കടന്നുപോയ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മകൾ, ചിലപ്പോൾ അത് മിത്താണെന്നൊക്കെ നമുക്ക് പറയാം എന്ന രീതിയിൽ കഥകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച്, എങ്ങനെയാണ് മനുഷ്യർ ഉത്ഭവിച്ചു വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുന്നത് കൗതുകകരമാണ്. നമ്മുടെ കയ്യിൽ ഇന്നുള്ള മനുഷ്യ ഓർമ്മകളുടെ ആദ്യ രേഖപ്പെടുത്തലുകൾ എന്ന് പറയാവുന്നത്, ആദ്യ ഫിലോസഫി ഇത്തരത്തിൽ ആദ്യത്തെ തത്വചിന്ത അവതരിപ്പിക്കുന്നതും എവിടെ നിന്ന് നമ്മൾ വരുന്നു എന്നുള്ള അന്വേഷണം പോലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ ഋഗ്വേദം എന്ന ഗ്രന്ഥത്തിലാണ്. ഋഗ്വേദത്തിൽ മനുഷ്യന്റെ ഉത്ഭവം ടിബറ്റോ ഹിമാലയൻ പ്രദേശത്ത് നിന്നാണ് എന്നുള്ള സൂചനകളുണ്ട് എന്നാണ് ആര്യസമാജത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതി സൂചിപ്പിച്ചിട്ടുള്ളത്. ത്രിവിഷ്ടപം എന്നുള്ള ഒരു തിയറി മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഋഗ്വേദത്തിൽ ഇതിൻ്റെ സൂചനകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഉത്തര എന്ന ഉത്തരപ്രദേശത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങൾ ഋഗ്വേദത്തിൽ നിൽക്കുന്നുണ്ട്. സപ്ത സിന്ധു എന്നുള്ള പല നദികളുടെയും ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്നും അത് മനുഷ്യന്റെ ഉത്ഭവം ഇവിടെ നിന്നായിരിക്കാം എന്നുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. ഇന്ന് നമ്മുടെ ഫോസിലുകളും ഭൂവിജ്ഞാനീയ പഠനങ്ങളും എല്ലാം കാട്ടിത്തരുന്നത് നമുക്ക് ഏഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യ ചരിത്രം രചിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിലേക്കാണ്. വാസുകി ഇൻഡിക്കസിനെ പോലുള്ള ഫോസിൽസ് ആ ഒരു കാലഘട്ടത്തിലെ ഒരു പരിസ്ഥിതി എങ്ങനെ നിലനിന്നിരുന്നു, അന്നത്തെ ക്ലൈമറ്റ്, അന്നത്തെ ബയോഡിവേഴ്സിറ്റി, അന്നത്തെ ഒരു ജിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സൂചനകൾ തരും. ഇനിയും ഇത്തരത്തിലുള്ള ഫോസിലുകൾ കിട്ടുമ്പോൾ, ഇത്തരം തെളിവുകൾ കിട്ടുമ്പോൾ, അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും യുറേഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും എല്ലാം നമുക്ക് കിട്ടുമ്പോൾ മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം കുറച്ചുകൂടെ തെളിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.